വീണ്ടും വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിയിച്ച് വയനാട് മാതൃകാ ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തിൽ 178 വീടുകളുടെ താക്കോൽ കൈമാറ്റവും പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അടുത്ത മഴക്കാലത്തിനുള്ളിൽ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ വീടിന്റെ താക്കോൽ വാങ്ങാനെത്തിയവരും പലരും മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിയത് അടക്കം വികാരനിർഭരമായ രംഗങ്ങൾക്കും ഉദ്ഘാടന ചടങ്ങ് സാക്ഷിയായി. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും ഒരാശ്വാസത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞ നിമിഷങ്ങളായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി വയനാട് മാതൃകാ ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ്. ടൗൺഷിപ്പിൽ നിർമ്മിച്ച വീടുകൾ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത്. ദുരന്തത്തിൽ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ട നൈസമോൾ മുഖ്യമന്ത്രിയെ കാണാൻ വേദിയിലെത്തി. ആദ്യഘട്ടത്തിൽ നൈസമോൾക്കും വീടുണ്ട്. മുഖ്യമന്ത്രിക്ക് അരികിലിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചാണ് നൈസമോൾ സദസ്സിലേക്ക് മടങ്ങിയത്. പ്രധാനമന്ത്രി വയനാട് എത്തിയപ്പോഴും നൈസമോളെ ആശ്വസിപ്പിച്ച് മടങ്ങിയിരുന്നു. ചൂരൽമല ദുരന്തത്തിൽ അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട വെള്ളാർമല സ്വദേശി 10 വയസ്സുകാരൻ അവ്യക്തിന് മുഖ്യമന്ത്രി വീടുകളുടെ ആദ്യ താക്കോൽ കൈമാറി. ആദ്യ ഗുണഭോക്താവായി അവ്യക് എം. അവന്തിക, നൈസമോൾ, മാധവി, ചണ്ണ എന്നിവർക്കും വേദിയിൽ വെച്ച് താക്കോൽ കൈമാറി. ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് വയനാട് ടൗൺഷിപ്പ് എന്ന മുഖ്യമന്ത്രി. അടുത്ത മഴക്കാലത്തിനുള്ളിൽ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കും. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. ചൂരൽമല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പറഞ്ഞവരെയും ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുക 18,75,00,000 രൂപ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. ഉറ്റവരുടെ ഓർമ്മകൾ ചടങ്ങിനെത്തിയ ദുരിതബാധിതരുടെ കണ്ണു നിറച്ചു. മന്ത്രി കെ രാജനെ കണ്ട് പലരും ഓടിയെത്തി. ദുരന്തത്തിൽ മകളെ നഷ്ടപ്പെട്ട ശോഭന മന്ത്രിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എണീറ്റ് വന്നു, റൂമിലേക്ക് വന്നു. നമ്മളെ വീടും നമ്മളും കൂടെയാണ് പോണത്. മോളെ ഇങ്ങോട്ട് പോയി എന്നറിയില്ല. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് മോളിങ്ങനെ പറ്റിയെന്നറിയില്ലത്. ഞങ്ങൾക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. വേറെ സർക്കാർ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, ഇട്ടുകൊടുക്കാൻ ഡ്രസ്സ് തരുന്നുണ്ട്, മാസത്തിന് പൈസ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. എല്ലാം നമുക്ക് ഇത് തീരെ ഉൾക്കൊള്ളാൻ വയ്യ. ഓരോരോ പരിപാടിക്ക് ഇറങ്ങുമ്പോഴും മുന്നിൽ വരുന്ന നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പുതിയ വീടുകളിലേക്ക് മാറുന്നതുവരെ നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും തുടരുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചടങ്ങിൽ 178 വീടുകളിലേക്കുള്ള ടിവികൾ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു. ന്യൂസ് മലയാളം, വയനാട്.